സ്റ്റൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റ് റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കണം. നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലായിടത്തും മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കും. ഇനി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു ചട്ടി ചൂടാക്കുക. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ മസാല പുരട്ടി വെച്ച ചെമ്മീൻ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ നല്ല രീതിയിൽ മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ രീതിയിൽ ഫ്രൈ ആയാൽ മതി. എന്നിട്ട് നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം. ബാക്കിയുള്ള ചെമ്മീനും നമുക്ക് അതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ആദ്യം ഇഞ്ചി ഇടുക. അതിനുശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടുക. കുറച്ച് പച്ചമുളക് അത് വഴറ്റി അതിൻ്റെ പച്ച മണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നന്നായി വാടി വന്ന ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർക്കുക. അത് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ, എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയതായ കൂടുതൽ ടേസ്റ്റ് ആവും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കുക.
എന്നിട്ട് കുറച്ച് നേരം വേവിച്ച ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുരുമുളക് ചേർത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.